മെസ്സിയുടെ പേരിൽ നടന്ന കോടികളുടെ ഫുട്ബോൾ തട്ടിപ്പിൽ റിപ്പോർട്ടർ ചാനൽ MD ആൻഡോ അഗസ്റ്റിനും കുരുക്ക്. കരാർ പ്രകാരം 126 കോടി AFIക്ക് കൊടുത്തെന്ന വാദം പൊളിഞ്ഞു. മത്സരം പ്രഖ്യാപിച്ചത് അർജന്റീന ടീം അറിയാതെയാണെന്നും കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. കള്ളപ്പണ ഇടപാടിലടക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ശുപാർശയുണ്ട്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായിട്ട് 2024 ഡിസംബർ 20 അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് AFI ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലാണ് നിങ്ങൾക്ക് തരാൻ കഴിയുക എന്ന് പറഞ്ഞ് കൃത്യതയോടുകൂടി നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. നമ്മളെല്ലാ പെർമിഷൻസും കിട്ടിയെന്ന് അറിയിക്കുകയും നിങ്ങൾ പൈസ അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൈസ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് നമുക്കൊരു മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടി പ്രകാരം നമ്മൾ 2026 ജൂൺ 6 അവർക്ക് നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായ തുകയെ നമുക്ക് അവർക്ക് അയച്ചു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടിരുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MD ആൻഡോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിലും പ്രഖ്യാപനം നടത്തിയതാണ്. എന്നാൽ പണം അയച്ചതിനും അർജന്റീന ടീം പണം സ്വീകരിച്ചതിനും രേഖകളില്ല. സംസ്ഥാന സർക്കാർ AFIയുമായി കരാർ ഒപ്പുവെച്ചതിനും സ്പോൺസറും സർക്കാരും തമ്മിലുള്ള കരാറിനും രേഖകളുണ്ടായിരുന്നില്ല. FCRA ലംഘനവും കള്ളപ്പണ ഇടപാടുകളും അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. 126 കോടിയുടെ പണമിടപാട് നടന്നിട്ടുണ്ടെങ്കിൽ 22.68 കോടി രൂപ സേവന നികുതി അടക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് സ്പോൺസർക്ക് സമൻസ് അയച്ചിരുന്നു. മെസ്സിയെ എത്തിക്കാമെന്ന് സർക്കാരിനെ 2023 ജൂലൈയിൽ അറിയിച്ചത് കളമശ്ശേരിയിലെ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചും ദുരൂഹതയുണ്ട്. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും ഇതേ വിലാസമാണ്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് കായിക മന്ത്രി OJ ജനീഷിന് നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. ലയണൽ മെസ്സിയുടെ പേരിൽ നടന്നിട്ടുള്ള വലിയ തട്ടിപ്പിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ക്യാമറമാൻ ഉണ്ണി K വാര്യർക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.